ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ അടുത്ത് അവരുടെ വീട്ടുകാരെ കുറിച്ചിട്ട് കുറ്റം എന്ന് പറയുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ചിലപ്പം അവർക്ക് ആ പാരൻസിനോട് വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിട്ടായിരിക്കില്ല. അവരുടെ അന്നത്തെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അവരുടെ നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ആയിരിക്കും അവർ നമ്മളോട് പറയാൻ വരുന്നുണ്ടാവുക. ഇങ്ങനെ അവരുടെ ഉള്ളിലുള്ള അവരുടെ ഇമോഷൻസ്, അവർക്ക് ഉണ്ടായിട്ടുള്ള ആ പെയിന്, ഇതാണ് നമ്മളോട് അവർ കൺക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. പക്ഷെ പലപ്പോഴും പല ഭർത്താക്കന്മാരും അതിനെ നെഗറ്റീവായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. എൻ്റെ പേരൻസിനെ കുറിച്ച് നീ എന്തിനാണ് കുറ്റം പറയുന്നത്, നീ കുറ്റം പറഞ്ഞ് നടക്കാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അങ്ങനെയുള്ള പരാതികളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഭാര്യയും നിങ്ങളോട് എന്തെങ്കിലും പരാതികൾ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവർ ഏത് ഇമോഷനിലാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ ഒരിക്കലും നിങ്ങളുടെ പാരൻസിനെ പറ്റി കുറ്റം പറയല്ല. അവർക്ക് വേണ്ട ഇമോഷണൽ ബോണ്ടിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നീഡഡ് ആയിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരു വിവാഹ ബന്ധത്തിൽ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം. ശരിയാണ്, കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാവണം എന്നുള്ളതും കൂടി അതിലൊരു മാറ്ററാണ്. നമുക്ക് വരുന്ന പല ക്ലയൻസുകളും പറയുന്നത് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, ഡീപ്പായിട്ട് അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് തിരിച്ചറിയാനോ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന കാരണം? ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് വെറുതെ അവരെ ലിസൺ ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക, ഓക്കെ എന്ന് പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമല്ല. ഒരാൾ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ഡീപ്പായിട്ടാണ് അവർ പറയുന്നതെന്നും അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി ഏത് മൂഡിലാണ് അവർ സംസാരിക്കുന്നതെന്നും ഏത് ഇമോഷനിലാണ് അവർ നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ആയത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം വെറുതെ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ ഏത് ഇമോഷനിലാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ഏതൊരു ബന്ധത്തിലും നമുക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവാനും അതേപോലെ തന്നെ അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ.